ज्ञानतिमिरान्धस्य शलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। कृष्ण गोविन्द गुरुवायूरप्पा। हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे कृष्ण कृष्ण हरे कृष्ण कृष्ण श्री कृष्ण തിരുമൂടി നന്നായി മുറുക്കി കേട്ടി മയിൽപ്പീലിയതിൽ തിരികെയും അളകങ്ങൾ ചിഹ്നം തിരുമേനേറ്റി തന്നെ തെളിവേറും ഗോപി കുറിയോടും ഹരികൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ. എന്താ കണ്ണന്റെ തിരുമൂണ്ടിൽ നന്നായി മുറുക്കി കേട്ടി അതിനകത്ത് എന്താ ചൂടിയിരിക്കുന്നേ മയിൽപ്പീലിയാതെ തിരികെയും അളകങ്ങൾ ചിഹ്നം തിരുനെറ്റി തന്നെ തെളിവേറും ഗോപി കുറിയോടും ചടുലമാ ചില്ലിയുകളഭംഗിയും കടക്കൻ കണ്ണിലെ കരുണയും എന്നിട്ടോ മകര കുണ്ടലമിളകുമ്പോൾ മിന്നി തിളങ്ങും നാഗണ്ട സ്ഥലങ്ങളും ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തിലസോമം തോറ്റങ്ങൊഴിയും നാസേ തൊടുതൂടെയുള്ളോരധരവും ജലതാലം തന്നിൽ വിളങ്ങും കൗസ്തുഭം പുലന പുലിനാഗമണി മോതിരം ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തുളസിയും നല്ല തളിരുവേളുമ ഇടചേർന്ന വനമാലയും കരങ്ങൾ രണ്ടിലെന്തരിൽ വളയിട്ടു ഇടയ്ക്കിടെ ഊതും കുഴലുമായി ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ. ഭഗവാന്റെ തിരുമാറില് നല്ലൊരു അടയാളം ഉണ്ട്. അതേതാണ്? ശ്രീവത്സം. തിരുമാറിൽ നല്ലൊരടയാളമായി വിളങ്ങും നൽ ശ്രീവത്സവും അഴകേറും തിരു ഉദരവും മീതെ വിലസുന്നാരോ മാവലിയോടോ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ. അരയിൽ മഞ്ഞ പട്ടുടയാട ചാർത്തി അതിൻ മീതേ നൽ പൊന്നരഞ്ഞാണം കിലുകിലുങ്ങും കനകത്തിങ്ങേണി അണിഞ്ഞു കാണണം ഭഗവാനേ. ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ. കളിയാടി കൊണ്ടു വിളയാടിയിടുന്നോരിടയ പൈതലെ കാണണം കടൽ വർണ്ണ നിന്നെ കണി കണ്ടിടുവാൻ
കരുണായീകേണേ ഭഗവാനേ. ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ. ഹരിബോൾ. നമ്മൾ ഇന്നലെ മദൻ മോഹന്റെ മോഹന്റെ അമ്പലത്തിനെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞ്, വൃന്ദാവനത്തിലുള്ള. ഇന്ന് നമ്മൾ ഗോവർദ്ധനത്തിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ഒരു 10 നിമിഷത്തേക്ക് വൃന്ദാവനത്തിലെ ഓരോരോ സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നു. എല്ലാവരും തയ്യാറാണല്ലേ? അല്ലേ? മാനസിക യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. റെഡി 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 കാണാൻ പറ്റുന്നില്ലേ? ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും കാണിച്ചു തരും മാതാജി. അതാണ് നമ്മൾ മാനസിക പരിക്രമയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തീർച്ചയായും അതേ അങ്ങനെ എങ്ങനെയാണ് ഭൗതികമായിട്ട് പോയില്ലെങ്കിലും ഉണ്ടല്ലോ, മാനസികമായിട്ടാ എവിടെയും പോകേണ്ടത്. നമ്മൾ ഭൗതികമായിട്ട് ഇപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എല്ലായിടും യാത്ര ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് അതിനെപ്പറ്റി നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അന്നേരം മാനസിക പരിക്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിനെ നമ്മൾ അവിടെ കൊണ്ടുപോവാണ്. ഗോവർദ്ധനത്തിനെ പറ്റി നമുക്കൊരു കഥയുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. ഗോവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നോണം വലിയൊരു ഹിമാലയത്തിന്റെ കൂട്ടുള്ള ഒരു പർവ്വതം ഒന്നുമല്ല. അത് പടർന്ന് കിടക്കുന്നതാണ്. 23 കിലോമീറ്ററാണ്. അതിനെ ഞങ്ങൾ എല്ലാവരും പദയാത്ര ചെയ്യും, പരിക്രമ ചെയ്യാറുണ്ട്. നടന്ന് ചെരുപ്പൊന്നും ഇല്ലാതെ നടന്നാണ് പരിക്രമ ചെയ്യുന്നത്. 23 കിലോമീറ്റർ 7 മണിക്കൂർ നടത്തത്തിന്റെ സ്പീഡ് പോലെ ഇരിക്കും. 7 മണിക്കൂർ 8 മണിക്കൂർ കുറഞ്ഞത് നമുക്ക് ഇത് പരിക്രമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. അങ്ങനെയുള്ള ഗിരിഗോവർദ്ധനത്തിന്റെ ഒരു കഥ ഞാൻ പറയാം. അതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്രോണാചൽ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ മകനാണ് കുഞ്ഞ് ഗിരിഗോവർദ്ധനൻ. ആ ഗിരിഗോവർദ്ധന ദ്രോണാചൽ അച്ഛന്റെ തണലില് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സ്ഥലത്ത് അഗസ്ത്യമുനി വരുന്നു. അഗസ്ത്യമുനി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാശിയില് ഇതേപോലെ പർവ്വതങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണെങ്കിൽ ദ്രോണാചാര്യനോട് പറഞ്ഞു, നിന്റെ മകനായിട്ടുള്ള ഗോവർദ്ധനത്തിന് എനിക്ക് കാശിയില് അവിടുത്തെ സന്യാസിമാർക്കെല്ലായിരുന്നു ശാന്തമായിട്ടിരുന്ന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഗോവർദ്ധനത്തിന് തരണമെന്ന്. ദ്രോണാചാര്യന് അച്ഛന് സമ്മതമല്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അഗ്രഗണ്യരായിട്ടുള്ള മുനിമാരാണ്. ഇവർക്ക് എന്തെങ്കിലും ശാപം വല്ലതും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗസ്ത്യമുനിയോട് വേറെ ഒന്നും പറഞ്ഞില്ല. ശരി, കൊണ്ടുപോയാലും എന്ന് പറഞ്ഞു. പക്ഷെ ഗോവർദ്ധനത്തിന് പോകാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോവർദ്ധന ഒരു നിബന്ധന വെച്ചു. എന്താണ് നിബന്ധന? എന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങും താഴെ വെക്കാൻ പാടില്ല. കാശി വരെ എന്നെ അതേപോലെ കൊണ്ടുപോകണം. എവിടെങ്കിലും താഴെ വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ നിന്ന് പിന്നെ ഇളകുന്നതായിരിക്കില്ല. ഞാൻ പിന്നെ അവിടെ സ്ഥിരം ആവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിബന്ധന വെച്ചു. അഗസ്ത്യമുനി പറഞ്ഞു, ശരി ശരി, എന്റെ നിബന്ധന ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നമുക്ക് അതുകൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഗോവർദ്ധനത്തിനെയാണെന്നുണ്ടെങ്കിൽ തന്റെ ഉള്ളം കയ്യില്, അവരൊക്കെ എന്ന് പറഞ്ഞ അത്രയ്ക്കും അഗ്രഗണ്യരാണല്ലോ. തപസ്സിന്റെ മുക്തിഭാവത്തിന്റെ അങ്ങേയറ്റം ആൾക്കാരാണ്. അതുകൊണ്ട് എന്താ, ആ വലിയ പർവ്വതമായിട്ടുള്ള ഗോവർദ്ധനത്തിനെ എടുത്ത് തന്റെ ഉള്ളം കയ്യില് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വൃന്ദാവനം വന്നപ്പം ഗോവർദ്ധനത്തിന് മനസ്സിലായി, ഇത് ഭഗവാന്റെ ലീലകൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. ഞാൻ ഇതേപോലെ ഇദ്ദേഹത്തിന്റെ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകളില് എനിക്ക് പങ്കുകൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൃന്ദാവനം വരുന്ന സമയത്ത് ഈ ഗോവർദ്ധനൻ എന്ത് ചെയ്തു, തന്റെ ഭാരം കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അഗസ്ത്യമുനിക്കാണെങ്കിൽ മൂത്രശങ്കയുണ്ടായി. ഗോവർദ്ധനത്തിനെ വൃന്ദാവനത്തിന്റെ അവിടെ വെക്കുന്നു, ഒരു സ്ഥലത്ത് വെക്കുന്നു. ആ സ്ഥലത്താണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗസ്ത്യമുനി മൂത്രശങ്ക കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനത്തിനെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗോവർദ്ധനൻ പറയുന്നു, ഞാൻ അങ്ങയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ എവിടെ വെക്കുന്നുണ്ടോ ഞാൻ അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി എനിക്ക് അങ്ങയുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അഗസ്ത്യമുനിക്ക് അതെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് പറഞ്ഞു,
നീ ദിവസം ഒരു കടുമണി വലിപ്പത്തില് നീ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. ഒരു കടുമണി വലിപ്പത്തിൽ നീ എന്നും കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനത്തിന് അതും എഗ്രിയായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോവർദ്ധനൻ ഇത് ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വന്നത് തന്നെ, യമുനാ നദിയും ഗോവർദ്ധനവും വന്നത് തന്നെ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കലികാലത്തിന്റെ അവസാന സമയമാണെന്നുണ്ടെങ്കിൽ ഗോവർദ്ധനവും യമുനാ നദി എല്ലാം തിരിച്ചു പോകും. ഇതിന്റെയൊക്കെ ഒരു സൂചനകളാണ് ഇപ്പം ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും ഗോവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന് നടക്കാൻ മീൻസ് അത്ര ഉയറ്റത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. എന്നിട്ട് അഗസ്ത്യമുനി പോയി ഗോവർദ്ധനം അവിടെ തന്നെ ഭഗവാന്റെ ഓരോ ലീലകൾക്ക് വേണ്ടിയിട്ടും തയ്യാറെടുപ്പുകൾ നടത്തി ഭഗവാനന്റെ ഗുഹകളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഹകൾ ഉണ്ടാക്കി, പിന്നെ അതുപോലെ നീർച്ചാലകൾ ഉണ്ടാക്കി, അതേപോലെ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പുല്ലുകള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സേവയ്ക്കും ഭഗവാന്റെ ആ സേവയ്ക്ക് വേണ്ടിയിട്ട് ഗിരിഗോവർദ്ധൻ എപ്പോഴും തയ്യാറായിട്ട് ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പം ഗിരിഗോവർദ്ധന്റെ പരിക്രമ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവിടെ ഒരു സൈസ് ചെടിയുണ്ട്. എനിക്കത് മനസ്സിലായിട്ടേ ഇല്ലെന്നുള്ളതാ. കായാമ്പു വർണ്ണമാ, ഭഗവാന്റെ ആ ഒരു വർണ്ണത്തിലാ ആ ചെടികൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്ത് രസം കാണാനെന്നറിയാമോ. നമ്മള് ദൂരെ നിന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക്, പക്ഷെ ആ ഒരു ഭാവം വേണം കേട്ടോ. ആ ഭാവം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു പർവ്വതം, ആ പർവ്വതത്തിനെ നമ്മൾ ചുമ്മാ ഒന്ന് കണ്ടു, അങ്ങനെയല്ല. അവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവർദ്ധനത്തിനെ സാക്ഷാൽ ഭഗവാനായിട്ടാണ് കാണുന്നത്. ആ ഭഗവാൻ അവിടെ നിന്നിട്ട് ഒരു തരി മണ്ണ് പോലും അവരെടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരിഗോവർദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാ. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പ്യൂരിറ്റി ഇല്ല, ശുദ്ധതയില്ല. നമുക്ക് അതിനകത്ത് ഒരു തരി മണ്ണ് എടുത്തുകൊണ്ട് ചെന്ന് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പോലും നമ്മുടെ വീടുകളിലായാലും എവിടെയായാലും ആ പരിശുദ്ധത ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയാലും വൃന്ദാവനത്തിൽ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകരുത്. നമുക്ക് അത്രയ്ക്കുള്ള പരിശുദ്ധത ഇല്ല. ഭഗവാനെ വെക്കാൻ വേണ്ടി, ഭഗവാൻ ആരാണ്? ഉലകിന്റെയും അധിപനാണ് ഭഗവാനെ. അത്രയ്ക്കും ശുദ്ധ സത്വഗുണത്തിന്റെ ഉപരിയാണ് ഭഗവാന്. അത്രയ്ക്കും പവിത്രത നമുക്കില്ലാത്തതും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഭഗവാന്റെ തൃപ്പാദത്തിൽ നമ്മൾ നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ആരായാലും വൃന്ദാവനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു കാര്യങ്ങളും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഒരു തരി മണ്ണെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 6 ഇരട്ടി കൂടുതൽ കൊണ്ട അവിടെ വെക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സാധുസന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഗിരിഗോവർദ്ധനത്തിൽ എന്താ പറയുന്നത്, കാല് പോലും വെക്കാൻ കൊണ്ടുള്ള ആ ഒരു ഇത് കൊടുക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും പരിപാവനമായിട്ടാണ് അവര് ഗിരിഗോവർദ്ധനത്തിനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ലീലകളിൽ ഗിരിഗോവർദ്ധനാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് പങ്കെടുത്തു. ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്തും ഗിരിഗോവർദ്ധനോട് പറഞ്ഞു, നീയെ എന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് നീ ഇവിടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് നീ എന്റെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞോട്ട് ഞാനെന്നുള്ള രീതിയിൽ നീ ഇവിടെ കാണണമെന്ന് പറഞ്ഞു വെച്ച് അങ്ങനെ ഗിരിഗോവർദ്ധനത്തിന് ഇപ്പോഴും ഗിരിഗോവർദ്ധന അവിടെ ഉണ്ട് എന്നുള്ളതാ. അവിടെ ഒരു അമ്പലമുണ്ട്. ആദ്യം പദാരവിന്ദം, മുഖാരവിന്ദം അല്ല, മുഖമല്ല ആദ്യം നോക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പദാരവിന്ദം. അതാ അവിടെ ആ ഒരു അമ്പലത്തിന്റെ ദാൻഘാട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ദാൻഘാട്ടിയിലെ ഭഗവാന്റെ പദാരവിന്ദം എന്ന് പറഞ്ഞാൽ ഗിരിഗോവർദ്ധന്റെ പദാരവിന്ദമാണ് ആ അമ്പലത്തില്. അത് കഴിഞ്ഞിട്ട് കുറെ നമ്മൾ പരിക്രമം എല്ലാം കൂടെ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അവിടെ വേറൊരു സ്ഥലമുണ്ട്, മുഖാരവിന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിഗോവർദ്ധന്റെ മുഖം. അങ്ങനെ ആദ്യം നോക്കൂ, പാദത്തിൽ നിന്നാട്ട് തുടങ്ങുന്നത്. നമ്മൾ അങ്ങനെയാ ഡയറക്റ്റ് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ ചെയ്യുന്നത്? നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുഖമാണ് ആദ്യം നീക്കുന്നത്. അല്ല, ഭഗവാന്റെ പദാരവിന്ദത്തിലൂടെ ഇങ്ങനെ ഓരോരോ ഇതിൽ വന്നിട്ട് പിന്നെ ഈ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ വരാവും. അങ്ങനെ അതുകൊണ്ടാണ് അവര് ദാൻഘട്ടിയിൽ പദാരവിന്ദം വെച്ചിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് കുറെ പരിക്രമ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഭഗവാന്റെ മുഖാരവിന്ദം വെച്ചിട്ടുണ്ട്. അത് അവിടെ എല്ലാം ഭയങ്കര അഭിഷേകങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇവിടുത്തെ ആൾക്കാരുടെ ആ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഭക്തിയാ അവർക്ക് എന്നുള്ളതാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ഭഗവാനും വേറെയാണെന്നുള്ള ആ ഒരു ചിന്തയെ അവർക്കില്ല എന്നുള്ളത്. അവരുടെ എല്ലാം ഭഗവാനാണ്. വേറെ ഒരാളെന്നുള്ള ചിന്ത എന്തിനാ? ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഭഗവാന്റെ കുഞ്ഞുങ്ങളാ. ഭഗവാൻ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളും വേറും ഭഗവാനെന്നും വേറിട്ടുള്ള ഒരു ഇതാണെന്നുള്ള ആ ഒരു ചിന്തയില്ല. ഭഗവാന് എന്റെ എല്ലാം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു സഖാ ത്വമേവ
ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നമ്മള് ഭഗവാനെ കാണേണ്ടത്. അങ്ങനെയാണ് ഗിരിഗോവർത്തനത്തിന്റെ കഥ. ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഗിരിഗോവർത്തനത്തിന്റെ പാദം വെക്കാൻ വേണ്ടിയിട്ട് ആരും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അറിവുള്ള ആൾക്കാരൊന്നും അതിനകത്ത് അങ്ങനെ പാദം വെച്ചിട്ടുള്ള ആ ഒരു കളിയില്ല. അവിടെ അത്രയ്ക്കും പൂജനീയമാണ് ഗിരിഗോവർത്തനം. ഓ വങ്കൈവികാരി ഓ ഗിരിവരധാരി जय पे हो कहा हमारी बारी जी ओ जय जय बांगे बिहारी जय जय गिरिवरधारी जी ओ बांगे बिहारी गिरिवरधारी जय चिपे हो कहा കാമാരവാരിജേ ഭംഗവികാരി ഗിരിവരധാരി അങ്ങ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എന്നിട്ട് ജയ ജയ ഭംഗവികാരി ജയ ജയ ഗിരിവരധാരി ഓ ഗിരിധാരി മാധവ പ്യാരേ തും ഭിൻ बिगड़ी कौन सवारे ओ मनमोहन नंद तुलारे ശരൺ ധികാരി ജീവാംഗ വികാരിയോ ഗിരിവരധാരിയോ ഗിരിവരധാരി. ഹരേ കൃഷ്ണ. കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാരായണീയ അപ്പടിയായി പോവും. അതുകൊണ്ട് നമുക്ക് ഈ നാരായണീയത്തിലേക്ക് കടക്കാം. ഒരുവിധമൊക്കെ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടോ? എല്ലാവരും എവിടെയായിരുന്നു? ഗിരിഗോവർദ്ധനത്തിലായിരുന്നോ? ഓ ഞങ്ങളെല്ലാം അവിടെ തന്നെയാണ് മാതാജി. ഞങ്ങളെല്ലാം അവിടെ കൊണ്ടെത്തില്ലേ. ഇനി നമുക്ക് നമ്മുടെ നാരായണീയത്തിലേക്ക് വരാം. എന്താ? ഓക്കെ ഓക്കെ. ദശകം 8 നൈമിത്തിക പ്രളയവും കമലത്തിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവവും നമ്മൾ ഇന്നലെ പഠിച്ചു. ബ്രഹ്മാവിന്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് സത്യലോകത്തില് വന്നു. സത്യലോകത്തിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു, എന്ത് ചെയ്തു? സൃഷ്ടി തുടങ്ങൂ. എന്ന് പറഞ്ഞു. തപസ് ചെയ്യുന്നു പറഞ്ഞു. തപസ് ചെയ്തു ബ്രഹ്മാവ് തപസ് ചെയ്തപ്പോ നാഥനെയും കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാ. അങ്ങനെ ആ വൈകുണ്ഠനാഥനുടെ വർണ്ണനയായിരുന്നു നമ്മൾ ഇന്നലെ ദശകം 7 പറഞ്ഞത്. ഇനിയാണെന്നുണ്ടെങ്കിൽ ദശകം 8 നൈമിത്തിക പ്രളയത്തിന്റെ കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പ്രളയത്തില് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹിരണ്യഗർഭന്റെ രൂപത്തില് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി സൃഷ്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഏവം താപ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേഹാദിമേ ലബ്ധ ജന്മ ബ്രഹ്മാ ഭൂയാതൊത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാന ഏവം താവ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേഹാദിമേ ലബ്ധ ജന്മ ബ്രഹ്മാ ഭൂയാതൊത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാന ഏവം താവ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേഹാദിമേ ലബ്ധ ജന്മ ബ്രഹ്മ ഭൂയാതൊത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാന. അത്ര പാടില്ല ഈ ദശകം. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ രാമേ കൽപേഹാദിമേ ലബ്ധ ജന്മ ബ്രഹ്മാ ഭൂയസ്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം താവത് പ്രാകൃത പ്രക്ഷയന്തേ ബ്രഹ്മ കൽപേ ഹദ്യമേ ലബ്ധ ജന്മ ബ്രഹ്മാ ഭൂയ തത്ത ഏവപ്യദേവാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാന.
ഹരേ അപ്പൊ ദേവാനല്ല വേദാന്, വേദങ്ങൾ കൊടുത്തു എന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായോ? ദേവാനല്ല വേദാന്. ഹരേ ഹരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആള് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഏവം താവത് പ്രാകൃത പ്രക്ഷയന്തി ബ്രാഹ്മേ കൽപേ ഖാദിമേ ലബ്ധജന്മ ബ്രഹ്മ ഭൂയസ്ത്വയേവാഭ്യവേദാൻ സൃഷ്ടീം ചക്രേ പൂർവകൽപ്പോപമാനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിക്കണേ. പ്രവചിമാരില്ലയോ? ഹരേ കൃഷ്ണ. വായിക്കൂ. ഏവം താവൽ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്രാദ്യമേ ലബ്ധജന്മ ബ്രഹ്മ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഹരേ കൃഷ്ണ. ഹരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാ, മടിച്ചിരിക്കരുത്, വായിക്കണം കേട്ടോ. ഏവം താവ പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹാദിമേ ലബ്ധജന്മ. എന്നിട്ട് പ്രാകൃത എന്നാ മഹാപ്രളയത്തിന്റെ അവസാനം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഭഗവാനിൽ നിന്ന് തന്നെ മായ വന്നു. മായയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഉണർത്തുന്നു. ഒരു ഈശ്വരത്തിൽ നിന്ന് തന്നെ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ഭഗവാൻ സ്വയമാണ് ഈ ബ്രഹ്മാവായിട്ട് വന്നിരിക്കുന്നത്. എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒന്നും ഭഗവാനിൽ നിന്നല്ലാതെ അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചശ്ലോകി ഭാഗവത്തിൽ പറയുന്നത് കൊണ്ട് അഹമേവാസമേവാഗ്രേ നാനിദ്രസൽപരം വച്ചാതെ നിരേതയോ അവശിഷ്ടേ സോസ്മക ഇതേതാപ്തയെ പ്രതിയേത് ഇന്ന പ്രതിയേത് ചാത്മിനി തദ്ദാത്മാനുമായാം യഥാഭാസു യഥാ തമ്മഹ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷജാവദേശിനു പ്രവിഷ്ടാനി തഥാ തേഷൂന തേഷകം യഥാവദേവ ജിജ്ഞാസം തത് ജിജ്ഞാസുനാത്മന അനയാവതിരേകാവ്യ യത്സാ സർവത്ര സർവത. എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. മഹാപ്രളയത്തിന്റെ ആദ്യത്തെ ബ്രാഹ്മകൽപ്പത്തില് എന്ത് ചെയ്തു? ബ്രഹ്മാവിന് ജന്മം കൊടുത്തു. അത് കഴിഞ്ഞിട്ടോ ഭഗവാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന് എന്ത് കൊടുത്തു? വേദങ്ങൾ കൊടുക്കുന്നു. ബ്രഹ്മാവിന്റെ ഒരു ഫോട്ടോയിൽ എപ്പോഴും നമുക്ക് കാണാൻ കയ്യിലൊരു പുസ്തകം ഉള്ളത്, അതാണ് വേദങ്ങള്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മുൻകൽപ്പത്തെ പോലെ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. പ്രളയ അവസാന കാലത്താണെന്നുണ്ടെങ്കിൽ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്തു. ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാവിന് വേദം കൊടുത്തു. എന്തിനു വേദം കൊടുത്തു എന്ന് ആലോചിച്ച് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നേരെയുള്ള മാർഗത്തിൽ കൂടെ പോകാൻ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഒരു തോണിയില് ആ തോണിക്കാരൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ തോണിയാണെന്നുണ്ടെങ്കിൽ വള്ളത്തിലുണ്ടല്ലോ കാറ്റിനനുസരിച്ച് അങ്ങ് പൊക്കൊണ്ടേയിരിക്കും. പക്ഷെ അവർക്ക് എവിടെ ഇറങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തോണി ആ കരയ്ക്ക് അടുക്കില്ല എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ ആ ജ്ഞാനം വേണം. ഒരു ഗുരുവിനെ സ്വീകരിക്കണം. ആ ഗുരുവിൽ കൂടി വേണം, ഗുരുമുഖത്തിൽ നിന്ന് വേണം എല്ലാം പഠിക്കാനെന്നാ പറയുന്നത്. ആ ഗുരുമുഖത്തിൽ നിന്നിട്ട് ആ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ നമ്മുടെ ജന്മ സഫലമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഈ ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാം ഭാഗ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2-3 സത്സംഗ സമിതികൾ, അതും തിരുവനന്തപുരമായിട്ട് ജോയിന്റ് ആയിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ദേശ വേണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു, ഒരു ഗുരുവിനെ വേണം എനിക്ക് എന്നുള്ള ആ തീവ്രമായിട്ടുള്ള ഒരു ഇച്ഛ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരു നമ്മുടെ വാദത്തിൽ വരുമെന്നാ പറയുന്നത്. ആ ഗുരുമുഖത്തിൽ നിന്നിട്ട് നമുക്കെല്ലാം പഠിക്കണം എന്നുള്ളത്. അന്നേരം ഗുരു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീക്ഷാഗുരുവുണ്ട്, ശിഷ്യാഗുരുവുണ്ട്. ആദ്യം ശിഷ്യാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ശിക്ഷണങ്ങളും തരും. അതുകൊണ്ട് ജ്ഞാനം വേണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നോക്കൂ, സാധാരണയായിട്ട് ഭയങ്കര പാടാ ദീക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. IDC കോഴ്സ്, ഡിസിപ്ലിനറി കോഴ്സ് ഒക്കെ ഉണ്ട്. ആ കോഴ്സ് എല്ലാം ചെയ്യണം. അതായത് നമ്മൾ ഇത്രയും നാളാണെന്നുണ്ടെങ്കിൽ തിന്നും കുടിച്ചും വര ചെയ്തും ജീവിച്ചു. ഇനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ട് വേണം? മാറ്റി വെക്കണം. നമുക്കാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തിരിച്ചു പോകാനുള്ള മാർഗങ്ങൾ നേടാം. അതിലും പരമാനന്ദമാണ് നിങ്ങൾ വിചാരിക്കരുത്. മറ്റേ ഭൗതിക ജീവിതത്തില് നമ്മൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സങ്കടമാ, പിന്നെ നമുക്ക് സന്തോഷം ഒരു നിമിഷത്തേക്കേ ഉള്ളൂ, പിന്നെ സങ്കടമാ. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏത് കാര്യത്തിനായി കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ പരമാനന്ദമാണ് നമുക്ക് വരുന്നതിനുള്ളത്. കുറെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അത് തരണം ചെയ്യാൻ നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ സംസ്ഥയായിട്ടൊക്കെ ഈ പട്ടാഴി ഹരേകൃഷ്ണക്കാരും കൊല്ലം ഹരേകൃഷ്ണക്കാരും
അങ്ങനെ ഒരുപാട് സത്സംഗത്തിന്റെ ഇതിന്റെ ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട്. എന്നിട്ട് ട്രിവാൻഡ്രമായിട്ട് അവർ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവര് ട്രിവാൻഡ്രമായിട്ട് ബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ദീക്ഷ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രഭുജിമാരെ ഹെഡ് പ്രഭുജിമാരോട് പറഞ്ഞാൽ മതി. അവരെ എന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് തിരുവനന്തപുരത്ത് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് വേണ്ടുന്ന കോഴ്സുകളും അതും ഇതും ഒക്കെ ഉണ്ട്. വെറുതെ ഒന്നും ദീക്ഷ കിട്ടിയില്ല. അതുകൊണ്ട് ആ രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം. ഞാനും നോക്ക് ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ സ്വയം നോക്കൂ, ബ്രഹ്മാവിന് എന്താ കൊടുത്തിരിക്കുന്നത്? വേദം കൊടുത്തതിന് വേണ്ടിയിട്ട് ജ്ഞാനം വേണം. സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ജ്ഞാനം വേണം. ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് വേദങ്ങള് ബ്രഹ്മാവിന് കൊടുത്തതെന്നുള്ളതാ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനം നേടാനുള്ള മാർഗം നോക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സത്സംഗങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യാനും ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാനും കൊണ്ട് എല്ലാം ചെയ്യാനും ഞാൻ അഹങ്കാരം, ആ അഹങ്കാരം കളഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമ്മള് താഴ്മയിലേക്ക്, പുല്ലിനോളം താഴ്മയിലേക്ക് വരും. മരങ്ങളാണെന്നുണ്ടെങ്കിൽ ഫലങ്ങൾ തന്നു ഫലങ്ങൾ അവരിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? താഴുക ചെയ്യുന്നില്ല, മുന്നിലോട്ട് പോവുകയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ നമുക്ക് വളരെ താഴ്മയായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുപോലുമില്ല. എത്രയോ വലിയ പണക്കാർ കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ഈ ഹരേകൃഷ്ണയുടെ ഇസ്കോൺ ഡിവോട്ടീസ് ഒക്കെ ഉള്ളതെന്നുള്ളത്. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല എന്നുള്ളത്. അവര് ഒരു പിച്ചക്കാരുടെ പിച്ചക്കാരെക്കാളും മിനുകെടുത്താണ്. അത്രയ്ക്കും ആ എളിമ വരും. നല്ലൊരു ഭക്തനായി കഴിഞ്ഞാൽ അവിടെ എളിമ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനം സമ്പാദിക്കണം. അതിന് ബ്രഹ്മാവിന് ഭഗവാന് വേദങ്ങൾ കൊടുക്കുന്നു. ഇനി അടുത്തത് സോയം ചതുർയുഗ സഹസ്രമിതാന്യഖാനി താവത്മിതാചരജനീ ബഹുശോനിനായ നിദ്രാദസോ ദ്വിനിലീയ സമം സ്വസൃഷ്ടേ നൈമത്തിക പ്രളയമാഗുരുദോസ്യ രാത്രി. സോയം ചതുരുഹ സഹസ്രമിതാന്യഖാനി താവത്മിതാചരജനീ ബഹുശോനിനായ നിദ്രാദസോ ദ്വിനിലീയ സമം സ്വസൃഷ്ടേ നൈമത്തിക പ്രയമാഗുരദോസ്യ രാത്രി. സ്വയം ചതുരുഗ സഹസ്രമിതാന്യഹാനി താവത്മിതാചരജനീ ബഹുശോനിനായ നിദ്രാദസോ ദ്വിനിലീയ സമം സ്വസൃഷ്ട നൈമത്തിക പ്രളയമാഗുരദോസ്യ രാത്രി. നൈമത്തിക പ്രളയമാഗുരദോസ്യ രാത്രി. മാഹൂർ അദോസ്യ രാത്രി. സഹസ്രമിതാന്യഹാനി. ബാക്കിയുള്ളത് കുഴപ്പമില്ല, വായിച്ചോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സോയം ചതുരുഗ്ര സഹസ്രമിതാന്യഹാനി താവന്മിതാചരജനീർബഹുശ്വനിനായ നിദ്രാത്യസൗ ത്വയി നീലിയ സമം സ്വസൃഷ്ടൈ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രീം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചു. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാചരജനീർബഹുശോനിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടേ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രീം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോനിനായ നിദ്രാത്യാസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രീം. ഹരേ വെരി കൃഷ്ണ. ഗുഡ്. പെട്ടെന്ന് പിക്കപ്പ് ആവുന്നത് വളരെ നല്ലത്. ഇനി ഏതെങ്കിലും ഒരു പ്രഭുജിമാരൂടെ വായിച്ചാട്ടെ. ഒരു പ്രഭുജിയുടെ വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരി ചതുര്യുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീർബഹുശോനിനായ നിദ്രാത്യസൗ ത്വയി നീലിയ സമം സ്വസൃഷ്ടയേ നൈർമിത്തിക പ്രളയമാഹുരതോ അസ്യ രാത്രീം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരിബോൾ. വെരി ഗുഡ്. അതാ പറയുന്നത്, നമ്മൾ എല്ലാത്തിനും ഏതിനെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ നമ്മളത് സക്സസ് ആകും എന്നുള്ളതാണ് 100%. അതുകൊണ്ട് മാതാജിമാരെല്ലാം ചെയ്യട്ടെ, ഞങ്ങള് പിമ്പോട്ട് മാറാം, അങ്ങനെയല്ല. ഇപ്പൊ അമ്പലത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുള്ളത്? എല്ലാം ചുമ്മാ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു വെച്ചാൽ അവരുടെ തൊഴിൽ കഴിഞ്ഞു. അങ്ങനെയല്ല. നമ്മൾ
ഭക്തിയുടെ ആ ഡീപ്നെസ്സിലോട്ട് നമ്മൾ ഇറങ്ങി വരണം. ആ ഇറങ്ങി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കറകളും പോകും എന്നുള്ളത്. ആ ഒരു മന്ത്രത്തിലെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മന്ത്രം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ആ മനസ്സ്, നമ്മുടെ ഉള്ളെങ്ങനെയാ വെച്ചിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ ഭഗവാൻ ഇരിക്കാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കാൻ പറ്റാത്ത? അതിനകത്ത് ഷഡ്വൈരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കാമ ക്രോധ മോഹ ലോഭ മത മാത്സര്യം. അന്നേരം അതിനെ എല്ലാത്തിനെയും നമ്മൾ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളാണ് കേട്ടോ. ആഗ്രഹങ്ങളെ നിറച്ചു വെച്ചിരിക്കുക. ഒന്ന് കിട്ടുന്ന സമയത്ത് പൂന്താനം പറയുന്നോണ്ട് 10 കിട്ടുമ്പോ 100 കിട്ടും, 100 കിട്ടും, 1000 കിട്ടും, 1000 കിട്ടും, 10,000. അങ്ങനെയുള്ള ആ നമുക്കൊരു തൃപ്തിയേ ഇല്ല. എന്തെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും തൃപ്തിയില്ല. നമ്മൾ പിന്നെയും മുകളിലോട്ട് ഇനി വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോക്കാണെന്നുള്ളത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പുരുഷനുമില്ല സ്ത്രീയുമില്ല, ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും നമ്മൾ പുരുഷനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും പഠിക്കാൻ പറ്റില്ല, അങ്ങനല്ല. നമ്മുടെ ദേഹി ഇവിടെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല ദേഹം വീണ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ട് ദേഹി മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. എന്നിട്ട് ആ ദേഹിയെ ഈ കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, സൽപ്രവർത്തികൾ മാത്രമേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങള് പുരുഷന്മാരെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ നിഷിദ്ധമാണ് എന്നുള്ള ആ ഒരു ചിന്ത വെക്കാതെ കൂടുതൽ നിങ്ങൾ ജ്ഞാനം ആർജിക്കാൻ ആർജിക്കൂ. നിങ്ങൾ കൂടുതൽ ജ്ഞാനം. അതിനു വേണ്ടിയിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളാണ് ഇതെല്ലാം. അതിന് കൂടുതൽ നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് പങ്കുകൊള്ളണം. പങ്കുകൊണ്ടിട്ട് വായിക്കണം. വായിച്ച് അതിന്റെ അർത്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വലിയ മഹാപണ്ഡിതകളൊന്നുമല്ല. പക്ഷെ അറിയുന്ന എന്താ ഭഗവാൻ നമുക്ക് എന്തോ ഒരല്പം ജ്ഞാനം തന്നു. ആ ജ്ഞാനത്തിൽ കൂടെ അത് ഞാൻ വിചാരിക്കുന്നത് വേറുള്ളവർക്കും കൂടി അത് പകർന്നു കൊടുക്കണം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തുടങ്ങി. ഇപ്പം തന്നെ ഒരു 6-7 ഗ്രൂപ്പ് ഞങ്ങളുടെ ആ ഏറിയ മൊത്തം ആണെന്നുണ്ടെങ്കിൽ നാരായണീയം കവറായി എത്ര അമ്പലങ്ങളിലാണ് വായിക്കുന്നത്. ഭയങ്കര ഒരു ആനന്ദമാണ് അത് വായിക്കുന്നു. ആ ഗ്രൂപ്പുകൾക്കും ഭയങ്കര സന്തോഷമാണെന്നുള്ളത്. നാരായണീയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ നാരായണീയം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാതായി മാറുന്നത്. നമ്മുടെ ഒരു സ്വഭാവം പോലും മാറിപ്പോകുന്നത്. നാരായണീയം മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ വർജിക്കും എന്നുള്ളത്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും നമ്മള് ഭക്തിയുടെ മാർഗത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ നാരായണീയം പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇതിനകത്ത് സീരിയസ് ആയിട്ട് പങ്കെടുക്കണം. സീരിയസ് ആയിട്ട് അതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. സോയം ചെറുയുഗ സഹസ്രം ഇതാന്യഹാനി താവന്നിരാചരജനി ബഹുശോനിനായ നിദ്രാരസോതുയി നിലീയ സമം സ്വസൃഷ്ടേ നൈമിത്തിക പ്രളയമാകുരദോസ് രാത്രി. ബ്രഹ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ കൂടിക്കണക്കിന് വർഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ 2-3 ദിവസം എടുക്കേണ്ടി വരും. അതുകൊണ്ടുണ്ടല്ലോ ആ ബ്രഹ്മാവ് ചതുർയുഗ കാലത്തില് പകൽ സമയം, ഒരു ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. ആ പകലില് അത്രയും സമയം രാത്രി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സമയം രാത്രി. ഭഗവാന്റെ പ്രളയകാലമാണ് ബ്രഹ്മാവിന്റെ രാത്രി. ആ ബ്രഹ്മാവ് എന്തെല്ലാം ചെയ്തോ അതോടൊപ്പം തന്നെ ഭഗവാനിലേക്ക് ലയിച്ചിട്ട് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവും ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയത്തിൽ ലയിച്ചിട്ട് ഭഗവാന്റെ കൂടെ തന്നെ ലയിച്ചിട്ട് ഇരിക്കുകയാണെന്നുള്ളത്. താൻ എന്തൊക്കെ ചെയ്തോ അതിനെ എല്ലാത്തിനെയും തന്റെ ഉള്ളിലാക്കിക്കൊണ്ട് അങ്ങനെ ലയിച്ച് സുഖനിദ്രയില് ആവുന്നു. അതാണ് ഈ പറയുന്നത്. അസ്മാദൃശാ പുനരഗോ മുഖകൃത്യ തുല്യാ സൃഷ്ടിഹരോ തനുദിനം സഭവ പ്രസാദ പ്രാഗ്രാമ കൽപ്പജനുഷാന്തുോ ശുപ്ത പ്രബോധന സമാസ്ഥിതദാ വിസൃഷ്ടിയേ. അസ്മാദൃശാ പുനരഗോർമുഖകൃത്യ തുല്യാ സൃഷ്ടിം കരോത്യനുദിനം സഭവ പ്രസാദ പ്രാഗ്രാമ കൽപ്പജനുഷാന്ത്യ പരായുഷാന്തോ ശുപ്ത പ്രബോധന സമാസ്ഥിതദാ വിസൃഷ്ടി. അസ്മാദൃശാം പുനരഹർമുഖ കൃത്യതുല്യാ സൃഷ്ടിഹരോ തനുദിനം സഭവ പ്രസാദ പ്രാഗ്രാമ കൽപ്പജനുഷാന്ത്യ പരായുഷാന്തോ ശുപ്ത പ്രബോധന സമാസ്ഥിതദാ വിസൃഷ്ടി. അസ്മാദൃശാ പുനരഹോർമുഖ കൃത്യതുല്യാ
സൃഷ്ടിഹരോത്തനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്രാമകൽപജനുഷാന്യ പരായുഷാന്തോ ക്ഷുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി അസ്മാദൃശ്യാം പുനരഹുർ മുഖ കൃത്യ തുല്യ സൃഷ്ടി ഹരോത്ത് അനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്രാമകൽപ ജനുഷാ ജ പരായുഷാന്തു ക്ഷുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. ഹരേ കൃഷ്ണ. അസ്മാദൃശ്യാം പുനരഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത് പ്രസാദത് പ്രാഗ്രാമകൽപജനുഷ്യാം ച പരായുഷ്യാം തു സുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. ഹരേ കൃഷ്ണ. ആത്മാദൃശാം പുനരഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭഗവത് പ്രസാദാത് പ്രാഗ്രാമകൽപജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്തി സദാ തഥാപി സൃഷ്ടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അസ്മാദൃശാം പുനരഹമുഖ കൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത് പ്രസാദാത് പ്രാഗ്ബ്രഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാപ്തി തഥാപി സൃഷ്ടി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആനി ഒരു പ്രവചനം കൂടെ വായിക്കേ. ആരേലും ഒരു പ്രവചനം. ഹരേ കൃഷ്ണ. അസ്മാദൃശാം പുനരഹുർമുഖ കൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവൽ പ്രസാദാൽ പ്രാഗ്ബ്രഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആണല്ലേ, എന്നൊക്കെ എത്ര നല്ലതായിട്ട് വായിക്കുന്നുണ്ട്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അസ്മാദൃശാം പുനരഹുർ മുഖകൃത്യ തുല്യ സൃഷ്ടി ഹരോത്ത് അനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്ബ്രഹ്മകൽപജനുഷാന്യ പരായുഷാന്തോ ക്ഷുപ്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. അസ്മാദൃശാം പുനരഹു മുഖകൃത്യ തുല്യാം. ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? പിന്നീട് എന്ത് ചെയ്യുന്നു? പ്രാകൃത പ്രളയം കഴിഞ്ഞ സമയത്ത് എല്ലാ ദിവസവും ആദ്യം ഭഗവാൻ സൃഷ്ടിച്ചത് ബ്രഹ്മാവിനെയാണല്ലോ. ബ്രഹ്മാവ് നമ്മളെ പോലെ എല്ലാ ദിവസവും ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് എന്ത് ചെയ്യും? പ്രഭാത കൃത്യങ്ങളെല്ലാം നടത്തിയിട്ട് ലോക സൃഷ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ആദ്യം എഴുന്നേറ്റു നമ്മളെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ഓരോരോ കർമ്മങ്ങളിലേക്ക് വ്യാകുലരാകുവാണല്ലോ. അത് അന്നേരമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ അതിനു മുന്നേ നമ്മുടെ കർമ്മങ്ങളിൽ വ്യാകുലരാകുന്നതിന് മുമ്പിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഒരു നിമിഷം ഭഗവാന്റെ കാര്യങ്ങളിൽ ഒരു 10 നിമിഷം 10 മിനിറ്റ് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ കർമ്മങ്ങളിലേക്ക് വന്നേ പോലും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും, എല്ലാം മംഗളകരമാവുകയും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അന്നേരം എന്താ ചെന്നിരിക്കുന്നത്? ഫസ്റ്റ് പ്രിഫറൻസ് നമ്മള് ഭഗവാൻ കൊടുക്കും. അതിന് ഭഗവാനല്ലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അന്നേരം ആ ഭഗവാന് നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രിഫറൻസ് കൊടുത്തു. അന്നേരം ആ ഭഗവാന് വേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന് നമ്മുടെ ഒന്നും വേണ്ട. ഭഗവാൻ എന്താ? ഭക്തപ്രിയനാ, ഭക്തവത്സലനാ. ആ ഭക്തവത്സലൻ നമ്മുടെ എന്താ വേണ്ടുന്നത്? കാലി ഭക്തി മാത്രം മതി എന്നുള്ളത്. മാനവ സേവ എന്താ? മാധവ സേവ എന്നാ പറയുന്നത്. അത് നമ്മള് ഒരു 10 നിമിഷം കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വീട്ടുകാരെയാണെന്നുണ്ടെങ്കിൽ പട്ടിണിക്കിടാനെ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കാനല്ല പറയുന്നത്. നമ്മൾ ഈ കാര്യം ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മുടെ കർമ്മങ്ങളിലേക്ക് ഇപ്പൊ തിരിഞ്ഞു പോലും ഏറ്റവും മംഗളകരമായിട്ട് എല്ലാം നടക്കുന്നുള്ളത്. ഇവിടെ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്ന? അസ്മാദർശാം പുനരഹു മുഖരത്യതുല്യ സൃഷ്ടിയും കരോധനദിന ഭവത് പ്രസാദ. ഭഗവാന്റെ പ്രസാദത്തില് സൃഷ്ടി ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. പ്രാബ്രാമകൽപ ജനുഷാന്ത പരായുഷാന്തു ശുക്ത പ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. എന്നിട്ടോ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചു ചിരഞ്ജീവികളുണ്ട്. ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയാമോ? ചിരഞ്ജീവികളെ ആർക്കെങ്കിലും അറിയാമോ? ചിരഞ്ജീവികൾ ആരൊക്കെയാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ.
ചിരഞ്ജീവികള് സത്യയുഗം തൊട്ടേ അവരുണ്ട്, അവർക്ക് മരണമേ ഇല്ല. അതാണ് ചിരഞ്ജീവികൾ എന്ന് പറയുന്നത്. ആരൊക്കെയുണ്ട്? ഹനുമാൻജി, ആര്? ഹനുമാൻജി, ഹനുമാൻജി. ആ സപ്തർഷികളില്ലേ മാതാജി? സപ്തർഷികളല്ല ഞാൻ പറയുന്നത്, ചിരഞ്ജീവികളാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് മരണമേ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. എന്നെന്നും 16 വയസ്സെന്ന് ആരാ? രുദ്രഭഗവാനന്റെ അനുഗ്രഹം കൊടുത്തത് അല്ലെ? മാർക്കണ്ഡേയൻ ഇപ്പോഴും ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് കപിലമുനി. പിന്നെയാണെന്നുണ്ടെങ്കിൽ അശ്വത്ഥാത്മാവിന് ശാപമായിട്ടാണ് കൊടുത്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമുള്ള കാലം വരെ നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ എന്നുള്ള അതിന്റെ ഒരു കഥയുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പിന്നെ സൗകര്യം പോലെ നമുക്ക് പറയാം. എന്നിട്ടാണ് വേറെ ആരാ ഉള്ളത്? കപിലമുനി, പിന്നെ അശ്വത്ഥാത്മാവ്, പിന്നെ ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനു വേണ്ടിയിട്ടാ? അതാണ് മെയിന്. ഹനുമാൻ സ്വാമി എന്തിനു വേണ്ടിയിട്ടാ ഈ ഭൂമിയില് ഭഗവാനെ വിട്ടിട്ട് പോയ? ബാക്കി എല്ലാവരെയും ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാ ആൾക്കാരെയും ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സരയൂ നദിയിലേക്ക് അവരെല്ലാവരും കൂടെ ഇറങ്ങി പോവുകയായിരുന്നു ചെയ്യുന്നത് ഭഗവാന്റെ കൂടെ തന്നെ. എന്നിട്ട് ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലേക്ക് അവര് പ്രവേശിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഹനുമാൻ സ്വാമിയെ ഇവിടെ നിർത്തി എന്തിനു വേണ്ടിയിട്ടാ? ഈ ലോകമുള്ള കാലം വരെ എന്തിനു? രാമനാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ഇവിടെ നിർത്തി എന്നുള്ളതെന്നൊക്കെ. അന്നേരം ഭഗവാന്റെ ആ മുക്തിയേക്കായാലും വലുതാണ് എന്റെ പ്രചാരം. ആ പ്രചാരത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ഇവിടെ നിർത്തി എന്നുള്ളതാ. എവിടെ രാമനാമം ഉണ്ടോ അവിടെ ഹനുമാൻ സ്വാമി ഉടനെ അവിടെ ഓടിയെത്തും എന്നുള്ളതാ. അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യാസമയത്താണെന്നുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ രാമ 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 എന്ന് പറഞ്ഞിട്ട് ആ രാമന്റെ കീർത്തനമല്ലായിരുന്നു, കീർത്തനം ബുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാ. എന്ത് രസമായിട്ടായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ നാമം ചെല്ലുന്നതെന്നുള്ളതാണ്. അന്നേരം ഹനുമാൻ സ്വാമിയെ ഈ ഭൂമിയിൽ ഭഗവാൻ വിട്ടിട്ട് പോയത് തന്നെ എന്റെ നാമങ്ങൾ ഈ ലോകമുള്ള കാലം വരെ പ്രചരിക്കണം. അന്നേരം നമ്മൾ നോക്ക പ്രചാരകരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വലിയ നോളജ് ഒന്നും വേണ്ട. കുറഞ്ഞ വശമുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ നിങ്ങൾ വന്നിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാമം ചെല്ലാം. ഈ കൊച്ചുങ്ങൾ ട്യൂഷനും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് അവരിങ്ങനെ ക്ഷീണിച്ച് പറിച്ചു വരുന്ന സമയത്ത് ഒന്ന് കുളിച്ചെന്നിട്ട് മക്കളെ ഒരു കാര്യം ചെയ്ത് 5 മിനിറ്റ് നമുക്ക് നാമം ചെല്ലാം എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചുങ്ങളെ ഇന്ന് നാമം ചെല്ലിപ്പിച്ചുകൊണ്ടല്ലോ അവരെ പിന്നെ പഠിക്കാനോ വേറെ എന്താ അവരുടെ റൊട്ടീൻ വർക്കിന് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് ഫ്രഷ് ആവൂ എന്നുള്ളത്. അവരുടെ മൈൻഡ് തലച്ചോറുണ്ടല്ലോ നല്ലപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് ഈ സ്പിരിച്വൽ എനർജിയുടെ ഒരു ഗുണം എന്നുള്ളതാ. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും കുട്ടികളെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാമത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തില്ലെങ്കിലും അവരെ അത് ശീലിപ്പിക്കണം. രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മള് എന്താ പറയുക, കമ്പൽസറി അത് നമ്മൾ ചെയ്യിക്കണം എന്നുള്ളത്. നമുക്ക് ഓരോ എക്സാമ്പിളിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത്. ആ ബ്രഹ്മാവിന് സത്യലോകം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ സ്വയം ബ്രഹ്മാവിന് എന്താ കൊടുത്തത്? ജ്ഞാനത്തിന് വേണ്ടിയിട്ട് വേദം കൊടുത്തു. വേദം കൊടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പേ ആരെയാണ്? ഭഗവാനെ ആദ്യം തപസ് ചെയ്തിട്ട് ഭഗവാനെ വൈകുണ്ഠ ദർശനം എടുത്തു, വൈകുണ്ഠനാഥനെ കണ്ടു. രാധാ പറയുന്നത് ഓരോരോ കാര്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ ഇതൊക്കെ ഒരു പാഠമായിട്ട് എടുക്കണമെന്നുള്ളതാണ്. പഞ്ചാശരത്മധുനാ സൗയോർത്തരൂപേകം പരാത്തമതിവൃത്യഹി വർത്തതേസോ തത്രാന്തിരാത്രിജനിതാം കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ഭവദ്വിലാസാൻ. പഞ്ചാശതപ്രമധുനാ സ്വയോർത്തരൂപം ഏകം പരാർത്ഥമതിവൃത്യഹി വർത്തതേസോ തത്രാന്തിരാത്രിജനിതാം കഥയാമി ഭൂമേ പശ്ചാദിനാവതരണേ ഭവദ്വിലാസാൻ. ഭവത് വിലാസാൻ. പഞ്ചാശതപ്രമധുനാ സ്വയോർത്തരൂപം ഏകം പരാർത്ഥമതിവൃത്യഹി വർത്തതേസോ തത്രാന്തിരാത്രിജനിതാം കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേജ ഭവദ്വിലാസാൻ. പശ്ചാദിന അവതരണേജ ഭവദ്വിലാസാൻ. ഭവത് വിലാസാൻ. പഞ്ചാശദത്ത മധുന സ്വയോർത്തരൂപം ഏകം പരാർത്ഥമതിവൃത്യഹി വർത്തതേസു തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ
പഞ്ചാദിന അവതരണേജ ഭവത് വിലാസാൻ ഭവത് വിലാസാൻ. ആ ഹരേ വായിച്ചാട്ടെ. കൃഷ്ണ. പഞ്ചാശതപ്തമധുനാ സ്വവർത്തൈരൂപം ഏകം പാർത്ഥമതിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഹരേ കൃഷ്ണ. ഹരി ബോൾ, വെരി ഗുഡ്. ആ വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. പഞ്ചാശതപ്തമധുനാ സ്വയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഉം. പഞ്ചാശതബ്ദാസവയോക്തരൂപം ഏകം പരാക്തമധിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രേ ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഹരേ കൃഷ്ണ. ഹരി ബോൾ, വെരി ഗുഡ്. ഈ ഒരു പ്രവൃത്തി. ഹരേ കൃഷ്ണ. പഞ്ചാശതബ്ദമധുനാ സ്വയോർധരൂപ ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തയേസൗ തന്ത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഹരേ കൃഷ്ണ. ഹരി ബോൾ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ വായിച്ചത്. എന്നിട്ടോ അധുന അസു പഞ്ചാദശബ്ദമതിനാ സ്വയോർത്തരൂപ ഏകം പരാർത്ഥമതിവൃത്യ വർത്തതേസു. ബ്രഹ്മാവിന്റെ 50 വർഷം പോയി. എന്താന്ന് വെച്ചാൽ നമ്മുടെ 50 വർഷം അല്ല കേട്ടോ. ബ്രഹ്മാവിന്റെ ഇപ്പൊ ദേവന്മാരുടെ ആയി കഴിഞ്ഞാൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊല്ലം അവരുടെ ഒരു ദിവസമാണെന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ കോടിക്കണക്കിന് വർഷങ്ങള് ബ്രഹ്മാവിന്റെ പകുതി കഴിഞ്ഞു കഴിഞ്ഞു. ആയുസിന്റെ പകുതി കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഈ സമയത്ത്. എന്നിട്ടാണെന്നുണ്ടെങ്കിലോ അതിവൃത്ത വർത്തതേഹി ഭൂമേൻ അത്ത അന്ത്യരാത്രി ജനിത ഭവദ്വിലാസ. ബ്രഹ്മാരകൽപ്പങ്ങളെ ബ്രഹ്മാകാല അവസാനത്തിലുണ്ടല്ലോ ഭഗവാന്റെ ലീലകളെയും ബാക്കി കാര്യങ്ങളെയും ഞാനിതാ വർണ്ണിക്കാൻ പോകുന്നു എന്നാണ് ആരാ പറയുന്നത്? പട്ടതിരിപ്പാട് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോ ലീലകളെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ ദിവസവും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഭഗവാൻ ഒന്ന് ശ്വസിക്കുന്ന സമയത്തുണ്ടല്ലോ ബ്രഹ്മാണ്ടങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഭഗവാനെ നിശ്ചിക്കുന്ന സമയത്തുണ്ടല്ലോ ബ്രഹ്മാണ്ടങ്ങള് വരുന്നു. എത്ര കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളാണ്. ബ്രഹ്മാണ്ടം ഒന്നും അല്ല 14 ലോകം മെയിനായിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത ശരിക്കും പഠിക്കാനുണ്ടെന്നുള്ളതാ. ഭഗവാന്റെ ആ ബ്രഹ്മാണ്ടത്തിന്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ടെന്നുള്ള. വിഷ്ണു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? വിഷ്ണു ഒന്നെന്നല്ലേ? വിഷ്ണുവിൽ നിന്നാണ് മറ്റു അവതാരങ്ങളെന്നാണ് നമ്മൾ കോമണായിട്ട് ചിന്തിച്ചിരുന്നത് പണ്ട്. പക്ഷെ നമുക്ക് അറിവ് കിട്ടിയ സമയത്തുണ്ടല്ലോ വിഷ്ണു തന്നെയാണെന്നുണ്ടെങ്കിൽ 3 വിഷ്ണു ആണെന്നുള്ളത്. ഗോലോക വൃന്ദാവനത്തില് പരിപൂർണ അവതാരം പറയാൻ പറ്റില്ല. കൃഷ്ണനാണ് എല്ലാം പൂർണ്ണം. പൂർണ്ണത്തിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഓരോരോ രൂപങ്ങൾ തന്നെ 3 വിഷ്ണു ഉണ്ട്. നമുക്ക് ഭഗവത്ഗീതയിൽ അതുണ്ടല്ലോ. ഭഗവത്ഗീത ആ സിറ്റീസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, പ്രഭുപാദരയുടെ ബുക്കുണ്ട്. ആ ബുക്ക് എടുത്തു വെച്ച് അതിനു വേണ്ടിയിട്ട് ഹരേ കൃഷ്ണക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുവാണെന്നുള്ളതാ. നിങ്ങൾ അതിനകത്തൊക്കെ അറ്റൻഡ് ചെയ്യണേ. ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ എന്താ പറയുന്നത് മുറിമുഖൻ ജ്ഞാനം ഉണ്ടല്ലോ, ആ ജ്ഞാനം നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങളെ നമുക്ക് ഡൗട്ടുകളെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മുറിമുഖൻ ജ്ഞാനമാണെന്നുണ്ടെങ്കിൽ. അതേസമയം ജ്ഞാനത്തിന്റെ ആ ഒരു പാതയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ദൈവമേ നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാ. കടലിൽ നിന്നിട്ടുണ്ടല്ലോ നമ്മൾ ഒരു കുമ്പിള് വെള്ളം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ആ കടലിന്റെ വെള്ളത്തിന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ എന്ന് പറയുന്നത് പോലെയാ നമ്മുടെ സനാതന ധർമ്മത്തിലെ ആ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് പരമകോടിയിലാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നും അറിയില്ല. ഭഗവാനെ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ആരാണ്, എനിക്ക് ഒന്നും അറിയില്ല, അങ്ങനെ കൈപിടിച്ച് നടത്തണേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആര് മുന്നോട്ട് പോകുന്നുണ്ടോ അവരെ ഭഗവാൻ തീർച്ചയായിട്ടും കൈപിടിച്ച് നടത്തുമെന്നുള്ളതാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവും അത് തന്നെയാണ് പറയുന്നത്. ഞാനിനി ഈ ലീലകളെല്ലാം വർണ്ണിക്കാൻ പോകുന്നു. ബ്രഹ്മാവിന്റെ പകുതി ആയുസ് കഴിഞ്ഞു. പകുതി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷമാണെന്ന് ഓർത്തോണേ.
നമ്മുടെ കൂട്ട് 50 വർഷം എന്ന് പറഞ്ഞാൽ 50 വർഷം അല്ല. അങ്ങനെ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഓരോന്ന് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുകയാണ്. ദിനാവസാനേ സരോജയോനീ സുഷുപ്തി കാമാദ്വൈ സന്നിലില്ലേ ജഗന്തിജാത്തോജ്ജടരം സമീയോ തദേകമേകാർണവമാസ്വവിശ്യ. ദിനാവസാനേത സരോജയോനീ ദിനാവസാനേത സരോജയോനീ സുഷുപ്തി കാമാദ്വൈ സന്നിലില്ലേ ജഗന്തിജാത്തോജ്ജടരം സമീയോ തദേകമേകാർണവമാസ്വവിശ്യ. ദിനാവസാനേത സരോജയോനി സുഷുപ്തി കാമാദ്വൈ സന്നിലില്ലേ ജഗന്തിജാത്തോജ്ജടര സമീയോ തദേകമേകാർണവമാസ്വവിശ്യ. ദിനാവസാനേത സരോജയോനി സുഷുപ്തി കാമാദ്വൈ സന്നിലില്ലേ ജഗന്തിജാത്തോജ്ജടരം സമീയോ തദേകമേകാർണവമാസ്വവിശ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദീനാവസാനേ അത സരോജനയോനി സുഷുപ്തി കാമാസ്ത്വയി സന്നിലീലേ ജഗന്തി ച ത്വജജടരം സമീയു തദേതമേകാർണവമാസവിശ്വം. ഹരേ കൃഷ്ണ. ഏകാർണവം തദേവം നമ്മള് മേന്നുള്ളതുണ്ടല്ലോ സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. തദേതം ഒരു കുറ്റം കൊടുക്കണം. എന്നിട്ട് മേന്നുള്ളത് ഏവര് ഏകാർണവ മാസ വിശ്വം. വിശ്വം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സരോജയോനി സുഷുപ്തികാമാസ്ത്വയി സന്നിലില്ലേ ജഗന്തിജാതജ്ജടരം സമീയോ സ്തദേതമേകാർണമവാസവിശ്വം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചാട്ട് ഇനി അടുത്താള്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദിനാവസാനേഥ സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയു സ്തദേതമേകാർണവമാസവിശ്വം. ഏകാർണവ ഒരുമിച്ചെടുക്ക. ഏകാർണവ മാസവിശ്വം. സ്തദേതമേകാർണവമാസവിശ്വം. സദേതമേകാർണവമാസവിശ്വം. അത് ഒരു 10 തവണ നമ്മൾ വായിക്കുമ്പോൾ ശരിയായിക്കോളും കേട്ടോ. അടുത്ത ഒരു പ്രവചി വായിച്ചേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിനാവസാനേഥ സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സന്നിലീലേ ജഗന്തി ച ത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസവിശ്വം. ഹരേ കൃഷ്ണ. വെരി ഗുഡ് വെരി ഗുഡ്. എത്ര നല്ലതായിട്ട് വായിക്കുന്നുണ്ട്. ഇനി ദിനാവസാനേര സരോജയോനി. സരോജയോനിയുടെ ദിനത്തിന്റെ അവസാനത്തിൽ എന്ത് ചെയ്തു? സുഷുപ്തി കാമത്വയ സന്നിലില്ലേ ഉറങ്ങാനായിട്ട്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങാനായി എന്തിനു ചെയ്തു? നിന്ദ്രപടിയിൽ ലയിച്ചു. സുഷുപ്തി കാമത്വയ സന്നിലില്ലേ ജഗന്തിജ ത്വജ്ജടര സമീയു. ജഗന്തിജ ത്വജ്ജടരം സമീയു. എന്നിട്ട് ലോകങ്ങളോ അതിന് അവിടുത്തെ ഉദരത്തിൽ തന്നെ, അവിടുത്തെ എന്ന് പറഞ്ഞ ഭഗവാന്റേതായി അതിന്റെ അർത്ഥം ഉദരത്തിൽ ലയിച്ചു. എപ്പോഴോ തദേകം ഏകാർണവ മാസവിശ്വം. വിശ്വം എന്തായി തീർന്നു? ഏകാർണവമായി തീർന്നു. ഈ ഭുവന ഒരു മഹാസമുദ്രമായിട്ട് തീർന്നു. നൈമിത്തിക പ്രളയമായി പറയുന്നത് മനസ്സിലായി പറഞ്ഞത്. ലാസ്റ്റിലുണ്ടല്ലോ ഒരു പ്രളയം വരും. അത് കലികാലത്തിന്റെ കലിയുഗ വർണ്ണന നമ്മൾ ഭാഗവതത്തിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്. കലിയുഗത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാന സമയത്ത് മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ അല്പബുദ്ധി പിന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മ എല്ലാം മന്ദമാ. അവസാനം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ അഗ്നി ഭൂമി മൊത്തം ആണെന്നുണ്ടെങ്കിൽ കാടായിട്ട് തീരും. ഇപ്പം തന്നെ നോക്ക്, കൃഷികൾ എവിടെയുള്ളത് കൂടുതലും അങ്ങ് വെറുതെ കിടക്കുമല്ലേ. എന്നിട്ട് കാടായിട്ട് തീരും. കാടായിട്ട് തീരുന്ന സമയത്ത് ആഹാരമില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? മനുഷ്യൻ പിന്നെ അന്നേരം ഒന്നും നോക്കില്ല. അന്നേരം എന്താ തന്നെ മനുഷ്യനെ തന്നെ ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു കാട്ടിലായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആഹാരം ഒന്നും കിട്ടാതെ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. മനുഷ്യന് കൂടെ ഉള്ള ആളെ കൊന്നു തിന്നു എന്നുള്ളതാ, ഭക്ഷിച്ചു എന്നുള്ളതാ. ഭക്ഷണം കിട്ടാതിരിക്കുമ്പോ എന്ത് ചെയ്യുന്നത്? അങ്ങനെ മനുഷ്യനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഭക്ഷിക്കാനുള്ള ആ ഒരു സമയം തുടങ്ങും. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചൂട് കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കൂ, നമുക്കാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലമൊന്നും ഇപ്പൊ എന്താ ചൂടെന്നുള്ളതാ. ആ ചൂട് കൊണ്ട് നമുക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ സൂര്യനെ നമുക്ക് കൈപ്പിടിയില്, സൂര്യന് ഇത്രയും ദൂരെ നിൽക്കുന്നത് പോലെ എന്നിട്ട് പോലും നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൈപ്പിടിയില് നമുക്ക് ഇങ്ങനെ സൂര്യനെ പിടിക്കാൻ പറ്റുന്നത് പോലുള്ള അത്രയ്ക്കും അടുത്ത സൂര്യൻ വരുമെന്നാ പറയുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവസാനം ഭൂമി മൊത്തം കരിഞ്ഞ് ഒന്നുമില്ലാതാവും. അവസാനം എന്താവും, പിന്നെ ആനയുടെ തുമ്പിക്കൈ വണ്ണത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്യും. മഴ പെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പ്രളയത്തിൽ വരും. അതാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. നൈമിത്തിക പ്രളയത്തിന്റെ ഇപ്പം ബ്രഹ്മാവ് എന്താ ചെയ്യുന്നത്, ഭഗവാനിലേക്ക് സുഷുപ്തിയിലായിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൃഷ്ടികളും ഭഗവാനിൽ തന്നെയാണ്. എന്നിട്ട് ബ്രഹ്മാവ് സുഷുപ്തിയിലാണ്. എല്ലാ സൃഷ്ടികളും എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ തന്നെ വന്നിരിക്കുന്നു. അതാണ് ഇപ്പൊ ഈ പറയുന്നത്. ജഗന്തിജ ത്വജഡരം സമയോ തദേക മേഘാർണവ മാസവിഷയ വിഷമത്തെ എന്താ ചെയ്യുന്നത്, മഹാസമുദ്രമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് നൈമിത്തിക പ്രളയം വരുന്നത്. ആ സമയമൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലെ. 120 വയസ്സാണ് നമ്മൾ കലികാലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ സത്യയുഗത്തിൽ എന്ന് പറഞ്ഞാൽ 1,00,000 വർഷം. അത് കഴിഞ്ഞിട്ട് ഒരു പൂജ്യം റൈറ്റ് സൈഡിൽ ഒരു പൂജ്യം കട്ട് ചെയ്തു ത്രേതായുഗത്തില് എത്രയായി, 10,000 എന്നിട്ട് പിന്നെ റൈറ്റ് സൈഡിൽ ഒരു പൂജ്യം കട്ട് ചെയ്തു ഏത് യുഗത്തില്, ദ്വാപരയുഗത്തിൽ എത്രയായി, 1000 വയസ്സായിരുന്നു. നോക്ക്, സത്യയുഗത്തിൽ 1,00,000, ത്രേതായുഗത്തിൽ 10,000, ദ്വാപരയുഗത്തില് 1000, കലികാലത്തിലോ പിന്നെ ഒരു 0 കട്ട് ചെയ്തു. അന്നേരം എത്ര വന്ന് 100. പക്ഷെ ആ 100 പോലും ഇപ്പൊ മനുഷ്യരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നില്ല എന്നുള്ളത്. ഒരു 80 വയസ്സ് മാക്സിമം, അല്ലെങ്കിൽ 90 വയസ്സ്. അവരെ ഈ 90 വയസ്സൊന്നും പോവാത്ത നല്ലതെന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേറുള്ളവർക്ക് നമ്മളെ പരസഹായം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഇതാ. ശരീരം നമ്മുടെ കൂടെ നിൽക്കില്ല. നമ്മുടെ അതിനാ പറയുന്നത് നമ്മൾ മെന്റൽ സ്ട്രെങ്ത് കരസ്ഥമാക്കി പോകണം. ശരീരം കൂടെ നിന്നില്ലെങ്കിലും നമ്മൾ ആ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ വീണ് പോവില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ സ്പിരിച്വലി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. നമുക്ക് അന്നേരം ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അന്നേരം കുറെ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെല്ലാം പറയുന്നത് ഭക്തിയുടെ പാരതമ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. എന്നിട്ട് പറയുന്നത് തന്നെ ഭഗവാനെ പറ്റി, ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി, ആ എനർജി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറയുന്നത്. അന്നേരം ഈ വിശ്വമൊക്കെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സന്തോഷമായി ഇനിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാ പ്രഭുപാതിരിയാണെന്നുണ്ടെങ്കിൽ നോ കാസ്റ്റ് നോ ക്രീഡ്. ഒരു കാസ്റ്റും ഇല്ല, ഒരു ജാതിയില്ല, ഒരു മതവും ഇല്ല, ഒന്നുമില്ല. എല്ലാരും പോകണം. ഹിപ്പികളെ കൂടിയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആക്കി എന്നുള്ളത്. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ബാക്കി എല്ലാത്തിനും അടിമകളായിട്ടിരുന്നയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹിപ്പികളെ പോലും പ്രഭുപാതിരി എന്ത് ചെയ്തു, ഹാപ്പി ആക്കി. അവര് നോക്കി തലമുടിയെല്ലാം ഷേവ് ചെയ്ത് ഈശ്വര ധോത്തിയും കുർത്തയൊക്കെ ഉടുത്ത് പിന്നെ നമ്മുടെ കയ്യിൽ തുളസിമാലയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മൾ അവരെ നമിക്കും എന്നുള്ളതാണ്. അത്രയ്ക്കും അവരെ ആണെന്നുണ്ടെങ്കിൽ ആ ഡെഡിക്കേഷനോടുകൂടി അന്നേരം നോക്കി അത് നമുക്ക് ഈ ഭക്തിയുടെ ഒന്നും ഇല്ലാന്നിട്ടാണോ അവരൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, സന്തോഷവാനായിരിക്കണം. ആ സന്തോഷവാനായിരിക്കണം എന്നുണ്ടെങ്കിൽ ടെൻഷൻ എല്ലാം എടുത്ത് കളയണം. എന്തിനാ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എല്ലാം ഏൽപ്പിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടി ഇതേപോലെ സത്സംഗങ്ങളിലെല്ലാം അറ്റൻഡ് ചെയ്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജ്ഞാനമെല്ലാം നേടി അങ്ങനെ ഭഗവാന്റെ വാനപ്രസ്ഥമാണ് എല്ലാരും പറയുന്നത്. പക്ഷെ നമുക്ക് വനമൊന്നുമില്ല. അതിന് വാനപ്രസ്ഥം എന്ന് പറയുന്ന സമ്പ്രദായം ഇപ്പൊ ഇനി ബുദ്ധിമുട്ടാ. പക്ഷെ വീട്ടിലിരുന്നു കൊണ്ടായി തന്നെ നമുക്ക് വാനപ്രസ്ഥത്തിൽ തന്നെ ജീവിക്കാം എന്നുള്ളതാണ്. കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാത്തിനും ഇടപെടാതെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറി നമ്മുടേതായിട്ടുള്ള ഇനി എനിക്ക് എന്താ വേണ്ടുന്നത്, എനിക്കെന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരും ആദരിക്കപ്പെടും നമ്മളെ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ നമ്മളും തലയിട്ട് പിന്നെ അവരെന്താ വായനക്ക് നീന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അവരുടെ കൂടെ തന്നെ പോയി അവർക്ക് കൂടെ നമ്മൾ പിന്നെ ഒരു ശല്യമായി തീരുമെന്നുള്ളത്. അതുകൊണ്ട് എടുക്കിനെ നാരായണയും ബുദ്ധ എടുക്കിനെ ഭഗവാന്റെ കാര്യങ്ങള് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, രാധേ രാധേ
രാധേ ശ്രീരാധേ ശ്രീരാധേ. എന്നിട്ട് നമ്മൾ പറയുന്നത് യദ്ഗോപീവദനേത മണ്ഡനമഭോ കസ്തൂരികാ പത്രകം യല്ലക്ഷ്മീ കുജകുംഭകലസേ വ്യാഘോജമിന്ദീവരം എന്നീർവാണ വിധാന സാധന വിദോ സിദ്ധ്യാഞ്ജനം യോഗിനാം തന്ന ശ്യാമളമാവിരസ്തു ഹൃദയേ കൃഷ്ണാവിധാനം മഹാ. രാധാ മനോരമരമാവരരാസലീലാഗാനാമൃതൈകവനിതേ കവിരാജരാജ്യം ശ്രീമാധവാർച്ചന വിതാപനരാഗസത്മാ പത്മാവതി പ്രിയതമം പ്രണതോസ്മി നിത്യം. ശ്രീഗോപാലവിലാസിനി വലയാകൃതി ശ്രീരാധാ പ്രതിപാദ പത്മഭജനാനന്ദാപ്തോ മഗ്നോ മനിഷം ലോകേ സകവിരാജരാജയാഖാദോദയാംബോദിതം വന്ദേ ജയദേവ സദ്ഗുരുവരം പത്മാവതി വല്ലഭം. പത്മാവതിയുടെ വല്ലഭനായിട്ടുള്ള ജയദേവ ജയദേവ കവികള് ജയദേവ കവികളുടെ ഗീതം കേട്ട് നീ ഉറക്കമായോ കൃഷ്ണ എന്ന് ചോദിക്കുന്ന ആ ഒരു പാട്ടുണ്ടായിരുന്നു. പത്മാവതിയുടെ വല്ലഭനും ആ ജയദേവ കവികളുടെ പാട്ടിൽ നമ്മളെ വിഴുങ്ങി ഭഗവാനെ നമ്മൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി എല്ലാവരും മുന്നോട്ട് പോയിനെ ഭഗവാൻ എപ്പോഴും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.